ഉം. അതെ മാഡം. ഉം? മാഡം കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. അതെയോ? ഉം, എന്നോട് സംസാരിക്കണോ? ഉം. അതിനെന്തിനാ ഇത്ര ആലോചിക്കുന്നെ? ഇപ്പൊ തന്നെ പറഞ്ഞോ. അതിപ്പോ വേണ്ട മാഡം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ സമാധാനമായിട്ട് കഴിക്കേ, പിന്നെ സംസാരിക്കാം. ഉം. ശരി. മാഡം, മാഡം, ആ രാജുന് എന്തോ പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറയാം മാഡം. ആ എന്തിനാ താഴെ ഇരിക്കുന്ന സോഫയിൽ വന്നിരിക്കുക. സാറില്ല മാഡം, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. അതെ മാഡം, ആ മാഡത്തിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. മാഡം സത്യം മാത്രമേ പറയുള്ളൂ. ആ പറഞ്ഞോളാ രാജു, സസ്പെൻസ് വെക്കാണ്ട് പറ. മാഡം, മാഡം എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഒന്നുമില്ല, വെറുതെ വന്നതാ. അച്ഛൻ എന്നോട് എന്തോ സംസാരിക്കണമെന്നും എന്നോട് ഫാം ഹൗസിലേക്കും വരാൻ പറഞ്ഞിരുന്നു. ചേട്ടൻ മാഡത്തിനടുത്ത് എന്ത് കാര്യമാണ് പറയാൻ ഉദ്ദേശിച്ചത്? ദാ നോക്ക് രാജു, എന്റെ ഫാമിലിയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം നിന്നോട് പറഞ്ഞിട്ട് എനിക്ക് വിഷമിപ്പിക്കാൻ പറ്റില്ല. അതല്ല മാഡം, മാഡത്തിന്റെ അച്ഛൻ എനിക്ക് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സത്യമാണെന്ന് അറിയാനാണ് ഞാൻ മാഡത്തിനോട് ചോദിക്കുന്നത്. ഓ, അതെയോ? ഞാന് ഒരു ചെറുക്കനായിട്ട് ഇഷ്ടത്തിലാണ്. അവനെ കല്യാണം കഴിക്കുമെന്ന് അച്ഛനോട് പറഞ്ഞിരുന്നു. പക്ഷെ ആദ്യം ആ കാര്യം കേട്ടപ്പോ അച്ഛൻ സമ്മതിച്ചില്ല. ബന്ധുക്കളുടെ മുമ്പിൽ വെച്ച് മാനം പോവുന്നാ പറഞ്ഞ്. ഞാൻ അവനെ കല്യാണം കഴിച്ച് അവന്റെ കൂടെ ഫോറിനിലേക്ക് പോയിക്കോളാന്ന് അച്ഛനെ കൺവിൻസ് ചെയ്തതാ. ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നെ അച്ഛൻ കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്തു. കല്യാണകാര്യത്തെക്കുറിച്ച് പറയണമെന്നും എന്നോട് ഫാം ഹൗസിലേക്കും ചെല്ലാൻ പറഞ്ഞു. ചെറുക്കൻ വീട്ടുകാരോടൊക്കെ ഇങ്ങോട്ടന്നെ വന്നിട്ട് ഇവിടെ വെച്ച് കല്യാണം നടത്താന്നാ എന്നോട് പറഞ്ഞത്. ഈ കാര്യൊക്കെ ഞാൻ അവന്റെ വീട്ടുകാരോടും പറഞ്ഞതാ. ഞങ്ങടെ കല്യാണം നടത്താൻ വേണ്ടിയാണ് നാളെ അച്ഛൻ ഫാം ഹൗസിലേക്ക് വരുന്നേ. അങ്ങനെയല്ല മാഡം. മാഡത്തിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനല്ല മാഡത്തിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ആ, അതെയോ? നീ എന്തൊക്കെയാ പറയുന്നേ? മാഡത്തിന്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയാ മാഡത്തിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ആ, രാജു, ഒന്ന് മനസ്സിലാവുന്ന പോലെ പറയോ? സത്യമാണ് മാഡം. മാഡം ഉറങ്ങുന്ന സമയത്ത് ചേട്ടൻ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മാഡം ഒരു ചെറുക്കനെ പ്രേമിക്കുന്നതും ആ പയ്യനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ആ, പക്ഷേ മാഡം വിചാരിക്കുന്ന പോലെ ചേട്ടൻ നിങ്ങളുടെ കല്യാണം നടത്തി തരില്ല. മാഡത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. നീ പറയുന്നൊക്കെ സത്യാണോ രാജു? ഞാൻ മാഡത്തിനെ കൊല്ലുകയാണെങ്കിൽ ചേട്ടൻ എനിക്ക് 10 ലക്ഷം രൂപ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെയോ? അതിന് നീ എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല മാഡം. ചേട്ടൻ ഇങ്ങനെ പറയുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മാഡം. ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ബഹുമാനിച്ചിരുന്നു. പക്ഷെ സ്വന്തം മോള് ആരെങ്കിലും പ്രേമിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊല്ലുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല മാഡം. ചേട്ടൻ മാഡത്തിനെ കൊല്ലണമെന്ന് പറഞ്ഞ് ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞപ്പോ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല മാഡം. ചേട്ടനോട് എന്ത് മറുപടി പറയണമെന്ന് പോലും എനിക്കറിയില്ല മാഡം. ആ, ചേട്ടൻ ഇങ്ങനെ ക്രൂരനായ ഒരാളാണെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല മാഡം. എനിക്കിപ്പോഴിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല രാജു. അച്ഛൻ ഞങ്ങളുടെ കല്യാണം നടത്തി തരാന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് വരുത്തിച്ചത്. പക്ഷെ നീയാണെങ്കി എന്നെ കൊല്ലാനാണ് ഇങ്ങോട്ട് വരുത്തിയെന്ന് പറയുന്നു. ഞാനിത് എങ്ങനെ വിശ്വസിക്കാനാ? സ്വന്തം മകളെ എങ്ങനെ ഒരച്ഛനെ കൊല്ലാൻ പറയാൻ മനസ്സ് വരും? എന്റെ അച്ഛൻ അത്രയ്ക്ക് ദുഷ്ടനല്ല. മാഡം ശരിക്കും ഒരു പാവം തന്നെയാണ്. ഞാൻ പറഞ്ഞതിൽ വിശ്വാസമില്ലെങ്കിൽ മാഡത്തിന് മുന്നേ ചെന്ന് ഞാൻ ചേട്ടന് ഫോൺ ചെയ്യാം. അപ്പൊ മാഡത്തിന് എല്ലാ സത്യങ്ങളും മനസ്സിലാവുമല്ലോ. അച്ഛനോടോ? അങ്ങേരോട് ഇപ്പൊ എന്താ പറയാൻ പോന്നെ? എന്നോട് മാഡത്തിനെ കൊല്ലാനായിട്ട് പറഞ്ഞില്ലേ? എങ്ങനെയാ കൊന്നുകളയെന്ന് ചോദിക്കാലോ. അതിന് ചേട്ടൻ എന്താ മറുപടി ആണെന്ന് മാഡത്തിന് തന്നെ കേൾക്കാമല്ലോ. അപ്പൊ മാഡത്തിന് എല്ലാ സത്യവും മനസ്സിലാകും. ഹലോ ചേട്ടാ. ആ പറ രാജു, എന്ത് തീരുമാനിച്ചു? ഞാൻ നന്നായിട്ട് ആലോചിച്ചു ചേട്ടാ. ചേട്ടൻ പറഞ്ഞ കാര്യം ഞാൻ ചെയ്യാം. അതെയോ? ഇപ്പൊ നീ എവിടുന്നാ സംസാരിക്കുന്നേ? പുറത്തുനിന്നാ സംസാരിക്കുന്നത്. അതിരിക്കട്ടെ, അവിടെ നിന്റെ അടുത്ത് എന്റെ മോളില്ലല്ലോ അല്ലേ? ഇല്ല ചേട്ടാ. മാഡം ഇപ്പൊ അകത്ത് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. ചേട്ടൻ പറഞ്ഞു. ശരി, എന്റെ മോളെ കൊല്ലാൻ ഞാൻ നിനക്ക് 10 ലക്ഷം തരാന്ന് പറഞ്ഞല്ലോ. അത് നിനക്ക് ഓക്കെ അല്ലേ? ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ എന്റെ മോളെ കൊല്ലില്ലേ? ചേട്ടാ, ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ ചേട്ടാ. ചേട്ടൻ ഇത്രയൊക്കെ പറയുമ്പോ ഞാൻ എങ്ങനെയാ ചേട്ടാ ചേട്ടൻ പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുന്നേ? ഉറപ്പായിട്ടും കൊല്ലാൻ ചേട്ടാ. അതെയോ? സാബാഷ്. ശരി, എന്റെ മോളെ കൊന്നിട്ടെ നമ്മുടെ ഫാം ഹൗസിന്റെ പുറകിൽ ഒരു കുളമില്ലേ, അതിന്റെ അടുത്ത് അവളെ പോയി കുഴിച്ചിട്ടേക്ക്. സൂക്ഷിച്ചു വേണം കേട്ടോ. അവള് ജീവിച്ചതിന്റെ ഒരു അടയാളം പോലും പാടില്ല. ഒരുപക്ഷെ അവളെ പറ്റി ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ആരെയോ സ്നേഹിച്ച് അവന്റെ കൂടെ ഒളിച്ചോടിയെന്ന് വേണം പറയാൻ. ശരി ചേട്ടാ. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്യാം.
അപ്പൊ അവളുടെ കഥ ഇന്ന് തന്നെ തീർത്തേക്ക്, മനസ്സിലായോ? ശരി ചേട്ടാ. ശ്ശേ, സ്വന്തം മകളെ കൊല്ലാനും മാത്രം അത്രയ്ക്ക് വൃത്തികെട്ട മനസ്സായി പോയി എന്റെ അച്ഛന്റെ. നീ ആ ഫോണിങ് തന്നെ, എനിക്ക് അച്ഛനോട് സംസാരിക്കണം. മാഡം ധൃതി പിടിക്കരുത്. ഞാൻ പറഞ്ഞ പോലെ മാഡം ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. എന്താന്ന് മനസ്സിലായില്ല രാജു. അതെ മാഡം, എനിക്ക് കാശിന് ആവശ്യമുണ്ട്. പക്ഷെ അതിനുവേണ്ടി മാഡത്തിനെ കൊന്നുകളയാൻ മാത്രമുള്ള ക്രൂരനൊന്നുമല്ല ഞാൻ. അതുകൊണ്ട് എന്റെ മനസ്സിലൊരു ചെറിയ ഐഡിയ ഉണ്ട്. അങ്ങനെ ചെയ്താൽ നമുക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടാം. മാഡത്തിന് ഇപ്പൊ കുടിക്കാനായിട്ട് ഞാനൊരു ഗ്ലാസ്സിൽ ജ്യൂസ് കൊണ്ടുവരാം. അത് കുടിച്ചിട്ട് മാഡം ചത്തതുപോലെ അഭിനയിക്കണം, മനസ്സിലായോ? ഞാനത് വീഡിയോ എടുത്ത് ചേട്ടൻ അയച്ചു കൊടുക്കാം. എന്നിട്ട് മാഡം മരിച്ചുപോയി, എന്നിട്ട് കുളത്തിനടുത്ത് കുഴിയെടുത്ത് മാഡത്തിനെ കുടിച്ചിടാൻ പോവാന്ന് പറയാം. ഈ കാര്യം നമ്മൾ വിചാരിച്ച പോലെ നടന്നാൽ ചേട്ടൻ എനിക്ക് 10 ലക്ഷം രൂപ തരും മാഡം. ആ കാശുകൊണ്ട് എനിക്ക് എന്റെ കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകാനും പറ്റും. മാഡം വിചാരിച്ച പോലെ മാഡത്തിന്റെ ലവറിനോടൊപ്പം മാഡത്തിന് ഫോറിലും പോവാം. നിങ്ങൾ ഉടൻ തന്നെ ലവറിന് ഫോൺ ചെയ്ത് അവിടെ തന്നെ പോകാനുള്ള ഏർപ്പാടുകളൊക്കെ നോക്ക്. ചേട്ടനെ കണ്ണിപ്പെടാതെ എങ്ങനെയെങ്കിലും ഫോറിൽ പോയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. ഇനി ഒരിക്കലും മാഡത്തിന്റെ അച്ഛന് ഫോൺ ചെയ്യാനേ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം മാഡം മരിച്ചുപോയി തന്നെയായിട്ടിരിക്കണം. കേട്ടിട്ട് നല്ല ഐഡിയ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇതൊക്കെ നടക്കുവോ? അതെ മാഡം, ഇത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഒരുപക്ഷെ മാഡം ജീവനോടുള്ള കാര്യം ചേട്ടൻ എങ്ങാനും അറിഞ്ഞു പോയാൽ ഉറപ്പായിട്ടും എന്നെയും കൊന്നുകളയും. അതുകൊണ്ടാണ് പറഞ്ഞത്. ദയവ് ഇത് മനസ്സിലാക്കും മാഡം. മാഡം ആ? ഇന്ന് മാഡം ഈ ജ്യൂസ് കുടിച്ചിട്ട് മരിച്ചുപോയിട്ട് അഭിനയിക്കണം കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തിട്ട് ചേട്ടനോട് തന്നെ അയച്ചേക്കാം. ചേട്ടൻ ആ വീഡിയോ കണ്ട ഉടനെ മാഡം മരിച്ചുപോയെന്ന് വിശ്വസിച്ചോളൂ. പിന്നെ നിങ്ങൾ ഫോണിലേക്ക് വെക്കൂ. അടുത്ത് കുടിക്കും. ശരി, ഇതാ. എന്താ ഇത്? എന്റെ തൊണ്ടയ്ക്ക് എന്തോ ജ്യൂസിന്റെ വല്ലതും വീണായിരുന്നോ? അമ്മേ. അയ്യോ രാജു, എനിക്ക് ഛർദിക്കാൻ വരുന്നു. ഉം. ചേട്ടാ പറഞ്ഞു. നീ അയച്ച വീഡിയോ കണ്ടു. വളരെ സന്തോഷമായി രാജു. വളരെ നന്ദി ചേട്ടാ. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. ശരി ചേട്ടാ. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോയി ഫാം ഹൗസിനടുത്തുള്ള കുളത്തിനരികിൽ ഞാൻ കുഴിച്ചിട്ടേക്കാം. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കാശ് നയിച്ചാ ചേട്ടാ. ശരി രാജു. ആരും അറിയാതെ അവളെ കുഴിച്ചിട്ടേക്ക്. നിന്റെ അക്കൗണ്ടിൽ ഇപ്പൊ തന്നെ ഞാൻ കാശിട്ടേക്കാം. ശരി ചേട്ടാ. മാഡം എഴുന്നേക്ക്. എത്രയും പെട്ടെന്ന് മാഡം ഇവിടുന്ന് രക്ഷപ്പെടുവിക്കൂ. ശരി രാജു. പെട്ടെന്ന് തന്നെ പോ മാഡം. ബാഗ് എടുക്ക്. ഞാൻ പോട്ടെ ഒന്ന് രാജു. പെട്ടെന്ന് പോ മാഡം. പെട്ടെന്ന് പോ. വളരെ നന്ദിയുണ്ട് രാജു. ഞാൻ പോട്ടെ. നീ ശരി മാഡം, സൂക്ഷിക്കണേ. സൂക്ഷിച്ചു പോണേ.